ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സന്ധ്യ ഷെയറാണേ. അപ്പം ഞാൻ എന്താണ് റൂമിൽ നിൽക്കുക. അപ്പം ഭയങ്കര ചൂടാണല്ലേ. അപ്പോൾ ചൂട് നമുക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ഞങ്ങൾ എന്താണ് സത്യം പറഞ്ഞാൽ റൂമിലോട്ട് വന്നതാണ്, ഉറങ്ങാനായിട്ട് വന്നതാണ്. ഇത്രയും ടൈമായില്ലേ, അപ്പം പിന്നെ ഉറങ്ങാമല്ലോ എന്നൊക്കെ ചൊല്ലി ഇങ്ങനെ വന്നതാണ്. അപ്പം എൻ്റെ മോളുടെ നിൽപ്പുണ്ട്, കണ്ടോ ഓടുക. ഒന്ന് കോക്കി ഇവിടെ നിൽക്കുകയാണ്. മുളമ്മയുടെ മുടിയൊക്കെ വെട്ടി ഇങ്ങനെ വളരെ സ്റ്റൈലിഷായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ചൂടുകൊണ്ട് എല്ലാവരും വളരെയധികം എന്താണ് മടുത്തിരിക്കുകയാണല്ലേ. അപ്പം ഞാനും അതെ. സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കാൻ തന്നെ മടിയാണ്. എണീക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ചൂടാ, പുറത്തോട്ട് എങ്ങനെ പോവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര. ഇന്നിപ്പോൾ എനിക്ക് സൈറ്റിലായിരുന്നു. അപ്പം ഇന്ന് അവിടെ മെയിൻ വാർപ്പൊക്കെ ആയിരുന്നു. അപ്പം ഈ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മളുടെ പ്രസൻസ് അത്യാവശ്യമാണല്ലോ. അപ്പം ഞാൻ അവിടെ ആയിരുന്നു. അപ്പം നമുക്ക് ഒത്തിരി എൻ്റെ കണ്ണിൻ്റെ താഴ്വശമൊക്കെ സത്യം പറഞ്ഞാലങ്ങ് ചൂട് കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം പാർലറിലൊന്നും പോകാൻ സത്യം പറഞ്ഞാൽ സമയം പോലും കിട്ടുന്നില്ല. അപ്പം ഭയങ്കര അത്ര ചൂടാണ്. അപ്പം നമുക്ക് ചുമ്മാതെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്കിതിൻ്റെ എന്താണ് കറക്റ്റ് റേഷ്യോയിൽ തന്നെ സിമെൻറ്റും ഒക്കെ ചെന്നാലല്ലേ നമുക്കെന്താണ് നല്ല രീതിയിൽ വീടിൻ്റെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കണ്ണും അല്ലേ കാതും ഒക്കെ എല്ലായിടവും വേണം. അപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ടയേർഡാണ്. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ എത്തുക എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ എത്തിച്ചു എന്ന് പറയുമ്പോൾ നൗ ഐ ആം വെരി ഹാപ്പി. എല്ലാ ഈശ്വരൻ്റെ അനുഗ്രഹം, ഈ അനുഗ്രഹം എന്നും നിലനിൽക്കട്ടെ. ഞാൻ മെസ്സഞ്ചറിൽ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. എൻ്റെ പല്ല് നേരത്തെ തന്നെ ഇങ്ങനെ ഇടംപല്ലായിരുന്നോ എന്ന്. അത് എൻ്റെ വാ നിറച്ച് പല്ലാണ്, ഉള്ളിലോട്ടൊക്കെ ഉണ്ട് ഇടംപല്ല്. സത്യം എനിക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചിരിക്കാൻ തന്നെ ആക്ച്വലി വളരെ ബുദ്ധിമുട്ടാണ്. വാ നിറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷേപ്പില്ലാതെ ഷേപ്പ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ ഒരു പല്ലിൻ്റെ അടി അത് ആക്ച്വലി എനിക്ക് പല്ലുണ്ടായ സമയം മുതൽ കുഞ്ഞിലെ പ്രൈമറി ടീത്ത് ഫോം ചെയ്യത്തില്ലേ, ആ സമയത്ത് തന്നെ എൻ്റെ പല്ലുകളെല്ലാം ഈ ഒരു പല്ലിൻ്റെ അടിക്ക് ഒരു പല്ലുണ്ടായിരുന്നു. അപ്പം അത് പറഞ്ഞിട്ട് കിളിച്ചു വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താണ് എന്താണ് കല്ലും മുള്ളുമൊക്കെ മുള്ളുകമ്പിയൊക്കെ കെട്ടണമെന്നൊക്കെ അല്ലേ, ശരിയല്ലേ? നമ്മളിവിടെ കല്ലും മുള്ളും കമ്പി കെട്ടത്തില്ലേ പല്ലിന്, നമ്മൾ ബൗണ്ടറി കെട്ടത്തില്ലേ എന്ന് പറയുന്ന പോലെയല്ലേ പല്ലിന്. ആക്ച്വലി അങ്ങനെ കെട്ടാനൊക്കെ എന്നെ കൊണ്ടുപോയതായിരുന്നു കൊച്ചിലെ അമ്മ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേന് ഈ സാധനമെല്ലാം കണ്ട് വായൊക്കെ ഡോക്ടർ ഒരു സാധനം വെച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കിയൊക്കെ വെച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഭയമായി. അപ്പം അത് ചെയ്തില്ല. പിന്നെ ഇപ്പം ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയിപ്പം നമുക്കിപ്പോൾ പല കമ്പി ഇട്ടിട്ടൊക്കെ എന്തെടുക്കാൻ. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എൻ്റെ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് മുതലേ ഇങ്ങനെ ഡിസോർഡറിലായിരുന്നു പല്ല്. അന്നേ നമ്മളത്ര അനുസരണയില്ലാത്ത പല്ലാണ്. എൻ്റെ സ്വഭാവം പോലെ അനുസരണയില്ലാത്ത കൊച്ചാണ് ഞാൻ. അത് ചില വിവരം കെട്ട ആൾക്കാരെ പറയത്തുള്ളൂ എനിക്ക് അനുസരണയില്ലെന്ന്. അപ്പം എൻ്റെ പല്ല് അവരുടെ ഭാഷയിൽ അനുസരണയില്ലാത്ത പല്ലാണ്. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാർ
ബോയ്സൊക്കെ എന്നോട് പറയുമായിരുന്നു, എടോ തൻ്റെ പല്ല് ഭയങ്കര സൂപ്പറാണ് കേട്ടോ, നല്ല സ്റ്റൈലാണ് തൻ്റെ ചിരി എന്നൊക്കെ അന്ന് കോളേജ് കാലത്തൊക്കെ ബോയ്സൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചമ്മല, ഞാനങ്ങനെ ചിരിക്കാറില്ല. എപ്പോഴും ചിരിക്കുന്ന ഇങ്ങനെ ചിരിക്കത്തുള്ളായിരുന്നു. അതാവുന്നൊന്നും ചിരിക്കാൻ പറ്റത്തില്ല, ചമ്മലായിരുന്നു. മോൾകുട്ടി പുറകിൽ കിടന്ന് കുരുത്തക്കേട് കാണിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ കണ്ടോ എവിടെ നിന്നോ കിട്ടി. കണ്ണ് തപ്പിയാൽ കുരുത്തക്കേടാണ്. മോൾട്ടി ഒരു പാട്ട് പാടുന്നോ? മോൾട്ടി നന്നായിട്ട് പാടും കേട്ടോ. മോൾകുട്ടിയുടെ അച്ഛൻ അസാധ്യമായി പാടും. പണ്ട് കുത്തിയോട്ടമൊക്കെ പാടുമായിരുന്നു എന്ന് ഒക്കെ പറയും. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ അമ്പലത്തിൽ, രാമോരം അമ്പലത്തിൽ, അതായത് 7 ഉത്സവമേ ഉള്ളൂ രാമോരം. അപ്പോൾ 7 അശ്വതിയുടെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയപ്പം ചേട്ടൻ ആ കുത്തിയോട്ടക്കാരുടെ കൂടെ പാടുന്ന ഞാൻ കേട്ടു. വളരെ അസാധ്യമായി പാടുന്നുണ്ട്, നല്ല ശബ്ദവും നല്ല ഇതാണ്. അപ്പോൾ മുള്ളുട്ടിക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പാട്ടിൻ്റെ ഒരു വാസന. അപ്പോൾ ഒരു പാട്ട് പാടിയാലോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പക്ഷേ എനിക്ക് സംഗതിയൊക്കെ അത്ര അങ്ങോട്ട് തൊണ്ടയ്ക്ക് വരുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒന്ന് നോക്കട്ടെ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കത്ര അറിയാൻ വയ്യ. പാട്ടേ മോളൂട്ടി, അമ്മ പാടുന്ന കൊള്ളാവോ? അത് സൂപ്പറാണോ? പാട്ടേ, അവള് സൂപ്പറാന്ന് പറയുന്നു. നോക്കട്ടെ. ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമാ കവിമുനിയോദിയോ വനമലർ കേട്ടുവോ കിളിമകൾ പാടിയോ നിളയതോ ചൊല്ലിയോ സീതാ കാവ്യം ശുഭകീർത്തനത്തിലുണരുകയാ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സാരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമ